മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ ഈ 5 കാര്യങ്ങൾ ശീലിക്കൂ. നിങ്ങളെ വില കുറച്ച് കാണുന്നവർക്കുള്ള മറുപടി. നിശബ്ദത ഒരായുധമാക്കാം. ഇമോഷണൽ കൺട്രോൾ എങ്ങനെ നേടാം? നിങ്ങളെ എപ്പോഴും മറ്റുള്ളവർ വില കുറച്ച് കാണാറുണ്ടോ? നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലേ? എങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു തുറന്ന പുസ്തകമാണെന്നാണ്. നിങ്ങളെ എളുപ്പത്തിൽ പ്രവചിക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ചോദിച്ചു വാങ്ങാൻ കഴിയില്ല, അത് നേടിയെടുക്കേണ്ടതാണ്. അതിനായി ശക്തമായൊരു വ്യക്തിത്വം അഥവാ ഒരു ഡേഞ്ചറസ് ഓറ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കേവലമൊരു പാവയായിരിക്കാതെ സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ സ്വാധീനമുള്ളൊരു വ്യക്തിയായി മാറാൻ സഹായിക്കുന്ന ചില സൈക്കോളജിക്കൽ തന്ത്രങ്ങൾ ഇതാ. പോയിന്റ് 1. നിഗൂഢത നിലനിർത്തുക. ദ പവർ ഓഫ് മിസ്റ്ററി. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ എപ്പോഴും ഭയമാണ്. ഇരുട്ടിനെ നമ്മൾ ഭയക്കുന്നത് അതിനുള്ളിൽ എന്താണെന്നറിയാത്തതുകൊണ്ടാണ്. ഇതേ സൈക്കോളജി മനുഷ്യബന്ധങ്ങളിലും പ്രയോഗിക്കുന്നതിനെയാണ് മിസ്റ്ററി പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, സങ്കടങ്ങളും, എന്തിന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലും സോഷ്യൽ മീഡിയയിലോ സുഹൃത്തുക്കളോടോ വിളിച്ചു പറയുന്ന ശീലം ഇന്നു മുതൽ നിർത്തുക. 10 വാക്ക് പറയേണ്ടിടത്ത് വെറും 2 വാക്ക് മാത്രം പറയുക. ബാക്കി 8 വാക്കുകൾ മറ്റുള്ളവർ തന്നെ ചിന്തിച്ചുകൂട്ടട്ടെ. നിങ്ങളൊരു തുറന്ന പുസ്തകമല്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒരു ഉയർന്ന നിലവാരമുള്ള വ്യക്തിയായി കാണാൻ തുടങ്ങും. മാത്രമല്ല, എളുപ്പത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ നിന്നും ഇത് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. പോയിന്റ് 2. സംസാരത്തിൽ വേഗത കുറയ്ക്കുക. സ്ലോ ഡൗൺ യുവർ സ്പീച്ച്. ദുർബലരായ ആളുകൾ എപ്പോഴും പരിഭ്രമിച്ചും ധൃതി കാണിച്ചും അമിതമായി സംസാരിക്കുന്നവരായിരിക്കും. കാട്ടിലൂടെ പോകുന്ന ഒരു സിംഹം ഒരിക്കലും പരിഭ്രമിച്ചോടാറില്ല, മറിച്ച് വളരെ സാവധാനം ഓരോ ചുവടും ഉറപ്പിച്ചുവെച്ചാണ് നീങ്ങുന്നത്. അതുപോലെ സംസാരിക്കുമ്പോഴും ശരീരചലനങ്ങളിലും വേഗത കുറയ്ക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും സ്വയം നിയന്ത്രണത്തെയും കാണിക്കുന്നു. അനാവശ്യമായ വിശദീകരണങ്ങൾ ഒഴിവാക്കി വേഗത കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കും ലക്ഷ്യത്തിൽ കൊള്ളുന്ന ഉണ്ടകൾ പോലെയായി തീരും. പോയിന്റ് 3. ഉറപ്പുള്ള നോട്ടം. പവർഫുൾ ഐ കോൺടാക്ട്. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും മുഖം തിരിക്കുകയോ ഇടയ്ക്കിടെ കണ്ണുവെട്ടുകയോ ചെയ്യാതിരിക്കുക. പകരം തികഞ്ഞ ശാന്തതയോടെ മറ്റേയാളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുക. നിങ്ങളുടെ നോട്ടത്തിൽ എപ്പോഴും വ്യക്തമായ ഒരു ഉറപ്പുണ്ടായിരിക്കണം. ഇത്തരത്തിൽ കൃത്യമായ ഐ കോൺടാക്ട് നിലനിർത്തുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കരുത്തും ആത്മവിശ്വാസവും മറ്റുള്ളവർക്ക് മുൻപിൽ എളുപ്പത്തിൽ വരച്ചു കാണിക്കും. പോയിന്റ് 4. വൈകാരിക നിയന്ത്രണം. ഇമോഷണൽ ഡിസിപ്ലിൻ. നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞാൽ അവർ നിങ്ങളെ അടിമയാക്കിയെന്നാണ് അർത്ഥം. ആരെങ്കിലും നിങ്ങളെ കളിയാക്കുമ്പോഴോ ദേഷ്യം പിടിപ്പിക്കുമ്പോഴോ ഉടനെ പ്രതികരിക്കാതിരിക്കുക. ഉടനെ പ്രതികരിച്ചാൽ നിങ്ങൾ തോറ്റുപോയി എന്നാണ് അർത്ഥം. സന്തോഷമായാലും സങ്കടമായാലും അത് അമിതമായി പുറത്തു കാണിക്കാതിരിക്കുക, പ്രത്യേകിച്ച് അപരിചിതരുടെ മുന്നിൽ. സ്നേഹത്തിനു വേണ്ടിയായാലും അംഗീകാരത്തിനു വേണ്ടിയായാലും നിങ്ങളുടെ ആർത്തിയോ ആവേശവും പുറത്തു കാണിക്കുന്നത് നിങ്ങളുടെ ബലഹീനത വെളിപ്പെടുത്തുന്നതിന് തുല്യമാണ്. മറ്റുള്ളവർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പെരുമാറുമ്പോൾ നിങ്ങൾ തികഞ്ഞ ശാന്തതയോടെ ഒരു നിരീക്ഷകനായി മാറുക. നിങ്ങളുടെ ഈ ശാന്തത അവരെ അസ്വസ്ഥരാക്കും. പോയിന്റ് 5. ശാരീരികമായ കരുത്ത്. മാനസികമായ കരുത്തിനൊപ്പം ശാരീരിക കരുത്തും പ്രധാനമാണ്. ഇതിനായി കാലിസ്തെനിക്സ് പോലെയുള്ള വ്യായാമങ്ങൾ ശീലമാക്കുക. ആരോഗ്യമുള്ളൊരു ശരീരം നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. ചുരുക്കത്തിൽ, എപ്പോഴും എല്ലാവർക്കും മുൻപിൽ ലഭ്യമാവുകയും എല്ലാവരോടും എപ്പോഴും ചിരിച്ചു സമ്മതം മൂളുകയും ചെയ്യുന്നത് നിങ്ങളുടെ മൂല്യം ഇല്ലാതാക്കും. നിശബ്ദതയെ ഒരായുധമാക്കി മാറ്റുക. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആരെയും അറിയാതെ എപ്പോഴും പ്രവചനാതീതനായിരിക്കുക. കീപ് ദം ഗെസ്സിംഗ്. ആ ഒരു ദുരൂഹിതമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണ കവചം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.